എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഫയലാണ്. ആ വ്യക്തിക്ക് ഇനിയും വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമോ? സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുമോ? ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും നിങ്ങൾ കാത്തിരിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം നിലവിൽ പ്രശ്നങ്ങളുണ്ട്. സ്നേഹബന്ധത്തിൽ നിങ്ങൾ ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും നിങ്ങൾ കാത്തിരുന്നാൽ അതിന് ഗുണമുണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ കാർഡ് പ്രതീക്ഷിക്കാൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് പ്രതീക്ഷിച്ചിരിക്കുക. ആ വ്യക്തിയുടെ മനസ്സ് മാറും. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു യാഥാർത്ഥ്യമായി മാറും. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്ഥാനം ലഭിക്കും. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. അതിൻ്റെ ഒരു അവസാനം അതാണ് ഉള്ളത്. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി തന്നെയാണ് ഒരുമിപ്പിച്ചിട്ടുള്ളത് ഈശ്വരൻ. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ ഒരുമിപ്പിച്ചത് നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി തന്നെയാണ്. അതിലൊരു തർക്കമില്ല, അതിലൊരു വ്യത്യാസമില്ല. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള വക അതിലുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടാകും. ഇപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആകർഷണം മാത്രമാണെങ്കിൽ, പോസിറ്റീവ് എനർജി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെ എത്തിക്കുകയും നിങ്ങൾ ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും. അത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണമെന്നുള്ള ചോദ്യത്തിൽ ഇനിയും കാത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന മറുപടി. അങ്ങനെ കാത്തിരുന്ന് നിങ്ങൾക്ക് കൂടുതൽ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് വലിയ തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങളിലേക്കുണ്ടാക്കും. നിങ്ങൾ കാത്തിരിക്കുക മാത്രമല്ല, നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ച് തന്നെ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ദൃഢപ്പെടുകയും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ ചേക്കേറുകയും നിങ്ങളുടെ മനസ്സ് ആ വ്യക്തി നിറഞ്ഞു നിൽക്കുകയും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും കഴിയും. തീർച്ചയായിട്ടും അതൊരു വെറും വാക്കല്ല. നിങ്ങളുടെ ആത്മവിശ്വാസം ആ വ്യക്തിയുടെ സ്നേഹം കിട്ടുമെന്നുള്ള കാര്യത്തിൽ നിരാശപ്പെടേണ്ട. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ആ പോസിറ്റിവിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ ആ വ്യക്തി ഒരുമിച്ച് മുന്നേറുകയും ചെയ്യും. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കും. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ തന്നെ കടന്നു പോകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹം, അതിൻ്റെ വില അത് ആ വ്യക്തി മനസ്സിലാക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നിങ്ങളുടെ മനസ്സ്, അതൊന്നും വൃഥാവിലാകില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. തീർച്ചയായിട്ടും അടുത്തത് റൊമാൻസാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ മാക്സിമം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അത് മാറും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹമല്ല ആ വ്യക്തിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേക്കാളൊക്കെ അപ്പുറത്തേക്ക് ആ വ്യക്തിയിൽ നിന്നും ശക്തമായ സ്നേഹം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കലവറകളില്ലാത്ത, പരിധിയില്ലാത്ത സ്നേഹം ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇത്രയേറെ സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. നിങ്ങളുടെ ചിന്താഗതികൾക്കപ്പുറത്തേക്ക്, നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ആ വ്യക്തി മാക്സിമം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയെ എടുക്കും. ആ വ്യക്തിയുടെ മനസ്സിനെ ആകർഷിച്ചെടുക്കും. എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് ആ വ്യക്തി കീഴടക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സ് കീഴടക്കിയിരിക്കും. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ ആ വ്യക്തിക്ക് കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉറപ്പിച്ചു കൊള്ളുക. അത് നിങ്ങൾക്കുള്ളൊരു വാഗ്ദാനം തന്നെയാണ്. നിങ്ങൾക്കത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും. തീർച്ചയായിട്ടും
അതിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത കാർഡ് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ സമ്മാനിക്കുകയാണ്, നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്, നിങ്ങളുടെ ഭാവി തിളക്കമുള്ളതാകുന്നു. നിങ്ങൾ ഈ പ്രതീക്ഷ നിങ്ങൾക്ക് ഏറ്റവും നൽകുന്ന ഒരു പൈലായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ഭാവിയിൽ സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റം ഉണ്ടാകുന്നു. കാരണം സ്റ്റാറാണ് കാർഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റം ഉണ്ടാകുന്നു. നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നു, ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡായിട്ടത് മാറുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുന്നു, ആ വ്യക്തി സ്വീകരിക്കുന്നു, നിങ്ങൾ വിജയിക്കുന്നു, നിങ്ങൾക്കതിൽ നേട്ടമുണ്ടാകുന്നു. ഒരു നല്ല കാർഡാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭാവിയിലെ ഏറ്റവും നല്ല വിജയം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രണയമാണെങ്കിൽ ആ പ്രണയം യാഥാർത്ഥ്യമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും യാഥാർത്ഥ്യമാകുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നടത്തിത്തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേട്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ച് നിങ്ങളുടെ ഭാവി ശോഭനമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിൽ സംഭവിക്കും. ആ വ്യക്തി നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം സ്നേഹിക്കും. അടുത്ത് വരുന്ന ആ വ്യക്തിയുമായിട്ട് ഒരു കുടുംബജീവിതം, കല്യാണം, കുട്ടികൾ, വിവാഹം ഉറപ്പിക്കൽ, അങ്ങനെ ഒരു കുടുംബത്തിൻ്റേതായ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചത് അതായിരിക്കാം, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ മോഹിച്ചത് അതായിരിക്കാം. അത് യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിൽ സംഭവിക്കാൻ പോകുന്നു. ആ സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമായ ആ ലോകത്തേക്ക് നിങ്ങളെത്തുന്നു. അതായത് ആ വ്യക്തിയും നിങ്ങളും കുടുംബം, കുട്ടികൾ, അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് എത്തുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് അതാണ്. അതിൻ്റെ പാരമ്യതയിലെത്തുന്നു. സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ചില ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ സമ്മാനിക്കപ്പെട്ടേക്കാം. പക്ഷേ അത് നിങ്ങൾ ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും. ആ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ നിങ്ങൾ ഒട്ടും സഹിക്കില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ വ്യക്തിയെ ലഭിക്കുമോ, ആ വ്യക്തിയെ കിട്ടുമോ, ആ വ്യക്തിയുമായിട്ടുള്ളൊരു കുടുംബജീവിതം യാഥാർത്ഥ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കകളും അതേക്കുറിച്ചുള്ള ടെൻഷനുണ്ട്. നിങ്ങൾ തയ്യാറായിരിക്കുക. നിങ്ങൾ ആ കാര്യത്തിലൊന്നും ഭയപ്പെടേണ്ട. ഭാവി ആ വ്യക്തിക്കൊപ്പമാണ്. നിങ്ങൾ തയ്യാറായിട്ട് നിന്നാൽ മാത്രം മതി. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ വ്യക്തി ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. കാരണം അതാണ് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്ത രാത്രികൾ ഉണ്ടാകുന്നത്. നിങ്ങളൊറ്റ കാര്യം, തയ്യാറായിട്ട് നിൽക്കുക, റെഡിയായിട്ട് നിൽക്കുക. ഈശ്വരൻ ആ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. ആ പോസിറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾ നിൽക്കുക. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹമുണ്ട്. ആ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.